കേരഫെഡിനെ തകർക്കുന്ന വിചിത്ര ഉത്തരവുമായി സർക്കാർ. കൊപ്രയ്ക്ക് പകരം വെളിച്ചെണ്ണ സ്വീകരിക്കാൻ ഉത്തരവ്. ഇതാദ്യമായാണ് കേരഫെഡ് പുറത്തുനിന്ന് വെളിച്ചെണ്ണ സ്വീകരിക്കുന്നത്. എന്നാൽ ഇത് കേര ബ്രാൻഡിനെ തകർക്കുമെന്നാണ് തൊഴിലാളികൾ പറയുന്നത്. വിവരങ്ങളുമായി വി എസ് രഞ്ജിത്ത് ചേരുന്നു. വി എസ് രഞ്ജിത്ത്, ഏതു ഘട്ടത്തിലാണ് കേരഫെഡ് ഇങ്ങനെയൊരു തീരുമാനമെടുത്തത്? മാത്രമല്ല, ഈ കൊപ്ര സ്വീകരിക്കുന്നതും വെളിച്ചെണ്ണ സ്വീകരിക്കുന്നതും തമ്മിൽ ഏതു രീതിയിലാണ് ആ ബ്രാൻഡിനെ അത് ബാധിക്കാൻ സാധ്യതയുള്ളത്? ഡോക്ടർ അരുൺകുമാർ, വെരി ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേരഫെഡ് നാളികേര വികസന കോർപ്പറേഷൻ എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾക്കും പ്രത്യേകിച്ച് നമ്മുടെ ഡെസ്കിലുള്ളവർക്ക് പോലും മനസ്സിലാവാത്തൊരു പ്രശ്നമുണ്ട്. ഞാനത് വളരെ ചുരുക്കി പറയാം. കേര എന്ന് പറയുന്ന നമ്മുടെ ബ്രാൻഡ്, നമ്മളെ വീട്ടിൽ പപ്പടം കാച്ചുകയും പഴംപൊരി ഉണ്ടാക്കുകയും ചെയ്യുന്ന കേര എന്ന് പറയുന്ന വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന സർക്കാരിൻ്റെ ഒരു ഏജൻസിയാണ് കേരഫെഡ് എന്ന് പറയുന്നത്. സാധാരണ കേരഫെഡ് ചെയ്യാറുള്ളത്, അവർ നാളികേരം സാധാരണ കേര കർഷകരിൽ നിന്ന് സംഭരിച്ച് അത് കൊപ്രയാക്കി അവർ തന്നെ വെളിച്ചെണ്ണ ഉണ്ടാക്കുകയാണ് ചെയ്യാറുള്ളത്. ഇവിടെ ഇപ്പോൾ സർക്കാരിൻ്റെ ഒരു വിചിത്രമായ ഉത്തരവ് വന്നിരിക്കുന്നത് നാളികേര വികസന കോർപ്പറേഷനിൽ നിന്ന് കേരഫെഡ് വെളിച്ചെണ്ണ വാങ്ങണം എന്നുള്ളതാണ്. ഇത് കേരഫെഡിനെയും കേര എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഗുണമേന്മയെയും തകർക്കും എന്നുള്ളതാണ് തൊഴിലാളികൾ പറയുന്നത്. തൊഴിലാളി യൂണിയനുകൾ, CITU ഉൾപ്പെടെയുള്ള യൂണിയനുകൾ മന്ത്രിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഈ കൊപ്ര സ്വീകരിക്കുന്നതും വെളിച്ചെണ്ണ സ്വീകരിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം എന്ന് ചോദിച്ചാൽ, സാധാരണ കേരഫെഡ് കൊപ്രയാണ് സ്വീകരിക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ കേരഫെഡ് സംഭരിക്കുന്ന തേങ്ങ അത് കൊപ്രയാക്കാൻ വേണ്ടി കൊടുക്കും, എന്നിട്ട് കൊപ്ര വാങ്ങി ഒരു വെളിച്ചെണ്ണ ഉണ്ടാക്കും. ഇവിടെ കൊപ്രയാക്കാൻ വേണ്ടി കൊടുത്ത് നാളികേര വികസന കോർപ്പറേഷനാണ്. നാളികേര വികസന കോർപ്പറേഷൻ 18 കോടിയുടെ കൊപ്ര കേരഫെഡിന് കൊടുക്കാനുണ്ട്. അതൊരു അഴിമതിയുടെ ഭാഗമായി നഷ്ടപ്പെട്ടു പോയ കൊപ്രയാണ്. ആ കൊപ്ര ഇതുവരെ കൊടുക്കാൻ പറ്റാത്തതുകൊണ്ട് നാളികേര വികസന കോർപ്പറേഷനുമായി ഒരു ഒത്തുതീർപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ് സർക്കാർ. നാളികേര വികസന കോർപ്പറേഷൻ ഈ 18 കോടിയുടെ കൊപ്രയ്ക്ക് പകരം തത്തുല്യമായ വെളിച്ചെണ്ണ കൊടുക്കാമെന്നുള്ളതാണ്. രണ്ട് കാര്യമുണ്ട്. നാളികേര വികസന കോർപ്പറേഷൻ ഇങ്ങനെ വെളിച്ചെണ്ണ കൊടുക്കാനുള്ളൊരു മില്ലില്ല. ആകെ ആറ്റുകളിൽ പ്രവർത്തിക്കുന്ന 5 ടൺ കപ്പാസിറ്റിയുള്ള ഒരു മില്ല് മാത്രമാണ് നാളികേര വികസന കോർപ്പറേഷനുള്ളത്. പിന്നെ എവിടെ നിന്ന് ഇവർ ഈ വെളിച്ചെണ്ണ കൊടുക്കും എന്നുള്ളൊരു ചോദ്യം കേരഫെഡ് ചോദിക്കുന്നുണ്ട്. മാത്രമല്ല, കേരഫെഡിൻ്റെ വെളിച്ചെണ്ണയുടെ ഒരു ഗുണമേന്മ അത് മറ്റ് കമ്പനികൾക്കോ മറ്റു മില്ലുകൾക്കോ ഉറപ്പാക്കാൻ സാധിക്കില്ല എന്നൊരാശങ്കയും കേരഫെഡിൻ്റെ തൊഴിലാളികൾക്കുണ്ട്. അപ്പോൾ മാത്രമല്ല, ഈ വെളിച്ചെണ്ണയാക്കുന്നതിൻ്റെ തുക കേരഫെഡ് തന്നെ കൊടുക്കുകയും വേണം. അപ്പോൾ ഇരട്ടി നഷ്ടമുണ്ടാക്കുന്ന കേരഫെഡിൻ്റെ ബ്രാൻഡിനെ തകർക്കുന്ന ഒരു വിചിത്രമായ ഉത്തരവാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് 18 കോടിയുടെ കൊപ്ര കിട്ടേണ്ടതിന് പകരം തുല്യമായ വെളിച്ചെണ്ണ സ്വീകരിക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഈ 18 കോടിയുടെ കൊപ്ര എവിടെ പോയി? ആ കൊപ്ര ആര് നഷ്ടപ്പെടുത്തി? ആ കൊപ്ര സംഭരിക്കാൻ കൊടുത്ത നാളികേര വികസന കോർപ്പറേഷൻ അതെന്തു ചെയ്തു എന്ന ചോദ്യത്തിനുള്ള മറുപടിയില്ല. അവിടെയാണ് അഴിമതിയുള്ളത്. ആ അഴിമതി മറയ്ക്കാൻ വേണ്ടി ഒരു വിചിത്രമായ ഉത്തരവുമായി സർക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. വളരെ ഗുരുതരമായൊരു കാര്യമാണ്. കാര്യം 18 കോടി രൂപയുടെ കൊപ്ര നാളികേര വികസന കോർപ്പറേഷൻ കേരഫെഡിന് കൊടുക്കാനില്ല. അതൊരു വലിയ അഴിമതിയുടെ ഭാഗമായിട്ടാണെങ്കിൽ അതിൽ അന്വേഷണം വേണ്ടേ? അതിലേതെങ്കിലും തരത്തിലുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുന്നുണ്ടോ? ആ അന്വേഷണത്തെ മറികടക്കാൻ വേണ്ടി ഒരു ഒത്തുതീർപ്പ് ഫോർമുലയുമായി എത്തിയതാണോ സർക്കാർ ഇപ്പോൾ? തീർച്ചയായിട്ടും അതുതന്നെയാണ് ഇതിലെ കാര്യം. നാളികേര വികസന കോർപ്പറേഷന് കേരഫെഡ് കൊടുത്ത തേങ്ങ എവിടെ? ആ തേങ്ങ ആർക്കാണ് നാളികേര വികസന കോർപ്പറേഷൻ കൊപ്രയാക്കാൻ കൊടുത്തത്? അത് എന്തുകൊണ്ട് നാളികേര വികസന കോർപ്പറേഷൻ തിരിച്ചു കിട്ടിയില്ല? ആ കൊപ്ര 18 കോടിയുടെ കൊപ്ര എന്ന് പറയുമ്പോൾ ഏകദേശം 1180 ടണ്ണോളം വരുന്ന പറയുന്നത്. അത്രയും കൊപ്ര എന്തുകൊണ്ട് നഷ്ടപ്പെട്ടു പോയി? ആ കൊപ്ര ആർക്കാണ് നാളികേര വികസന കോർപ്പറേഷൻ ഉപകാരം കൊടുത്തത് എന്നൊക്കെ അന്വേഷിക്കുമ്പോഴാണ് ഇതിൽ അഴിമതി വ്യക്തമാക്കാൻ പോകുന്നത്. കാരണം ഇതിൽ CPI ബന്ധമുള്ള പലരും ഉണ്ട് എന്ന ആക്ഷേപമുണ്ട്. നമ്മളത് പരസ്യമായി പറയുന്നതിന് പകരം യൂണിയനുകൾ ഇത് പരാതിയായിട്ട് തന്നെ ഉന്നയിച്ചിട്ടുണ്ട്. കേരഫെഡിൽ തന്നെ CPM-ന്റെ അംഗങ്ങൾ, കേരഫെഡിലെ വൈസ് ചെയർമാൻ ഉൾപ്പെടെ CPM-ലെ അംഗങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരാതിയുണ്ട്. കാരണം പുറത്തുനിന്ന് വെളിച്ചെണ്ണ കൊണ്ടുവന്നാൽ തടയും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തന്നെ CITU ഒരു കത്ത് MD-ക്ക് കൊടുത്തിട്ടുണ്ട്. കാരണം ഇതിൽ അഴിമതി ഉണ്ട് എന്ന് CITU ആരോപിക്കുന്നുണ്ട്. പക്ഷെ അവർക്കൊന്നും പരസ്യമായി പറയാൻ സാധിക്കാത്തത് ഭരണകക്ഷിയിൽപ്പെട്ട CPI-യും CPM-ഉം തമ്മിലൊരു തർക്കമായി ഇതിനെ വ്യാഖ്യാനിക്കാനുള്ള സാധ്യതയായതുകൊണ്ട് അവരാരും ഇത് പരസ്യമായി പറയുന്നില്ല. പക്ഷെ അവരൊരു കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്ത് നമ്മൾ നാളെ പുറത്തുവിടും. ആ കത്ത് CITU നൽകിയ കത്താണ്. കത്ത് കൊടുത്തിട്ടുള്ളത് ഭരണകക്ഷി തന്നെയാണ്. എന്നാൽ കേരഫെഡും ഈ നാളികേര വികസന കോർപ്പറേഷൻ കൊടുക്കുന്ന വെളിച്ചെണ്ണയിൽ പിന്നെ കേരഫെഡ് എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? അതായത് കേരയായി ഇത് ഈ പറയുന്ന എഗ്രിമെന്റ് വന്നു കഴിഞ്ഞാൽ കേരയായി പുറത്തിറങ്ങുന്നത് നാളികേര വികസന കോർപ്പറേഷൻ കൊടുക്കുന്ന വെളിച്ചെണ്ണയായിരിക്കും. അങ്ങനെയല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്?
അതെ, അത് മാത്രമല്ല ഈ വെളിച്ചെണ്ണയാക്കാനുള്ള തുക അത് KRFED കൊടുക്കണം. ഇപ്പൊ തൽക്കാലം KRFEDന് സ്വന്തം മില്ലുകളുണ്ട്, അവിടെ കൊണ്ടുപോയി വെളിച്ചെണ്ണയാക്കിയാൽ അവർക്ക് ഒരു ചെലവുമില്ല. ഇവിടെ ഇപ്പോൾ കൊപ്രയാക്കാനുള്ള 4 കോടി കൊടുക്കണം. അതിനു പുറമെ ഈ കൊപ്ര വെളിച്ചെണ്ണയാക്കി തരുന്നതിനുള്ള തുക കൂടി KRFED കൊടുക്കണം. അപ്പോൾ 2 ചെലവാണ്. ഈ പാഴ്ചെലവ് വരുത്തി വെച്ചുകൊണ്ട് ഇവർ സ്വീകരിക്കുന്ന വെളിച്ചെണ്ണ അത് ഗുണമേന്മയുള്ളതാണ് എന്ന് ഉറപ്പുവരുത്താൻ ഒരു മാർഗവുമില്ല. എന്ത് വെളിച്ചെണ്ണ കിട്ടിയാലും ചിലപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വെളിച്ചെണ്ണ ഇവിടെ കൊടുത്താൽ പോലും അത് സ്വീകരിച്ച് കേര എന്ന് പറയുന്ന ബ്രാൻഡാക്കി ഇറക്കേണ്ടി വരും. ഇപ്പൊ കേരളത്തിലെ ജനങ്ങൾ വളരെ വിശ്വാസപൂർവ്വം സ്വീകരിക്കുന്ന അവരുടെ വെളിച്ചെണ്ണ മിൽമ പോലെ അവർ പരിശുദ്ധമായി കണക്കാക്കുന്ന ഒന്നാണ് കേരയുടെ വെളിച്ചെണ്ണ. അത്ര പരിശുദ്ധമായി കണക്കാക്കുന്ന കേരയുടെ വെളിച്ചെണ്ണ അത് എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് കൊടുക്കുന്നു എന്നുള്ളത് തന്നെ ഈ ബ്രാൻഡിനെ തകർക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ കേരയുടെ വിശ്വാസ്യത തകരുമെന്നുള്ള ഒരു ഭാഗത്ത്, KRFEDന് ഇരട്ടി നഷ്ടം വരുത്തും എന്നുള്ള മറ്റൊരു ഭാഗത്ത് ഈ 18 കോടിയുടെ കൊപ്രയും അത് സംഭരിക്കാൻ കൊടുത്ത ഉപകരാറുമൊക്കെ എവിടെ എന്നുള്ള അഴിമതി വേറൊരു ഭാഗത്ത്. ശരിയാണ് വി രഞ്ജിത്ത്. എന്തായാലും ഈ വിഷയം നമ്മൾ അന്വേഷിക്കേണ്ടതുണ്ട്. നാളികേര വികസന കോർപ്പറേഷൻ KRFEDന് കൊടുക്കാനുള്ള 18 കോടിയുടെ വെളിച്ചെണ്ണ എവിടെ, ആ 18 കോടി രൂപയുടെ കൊപ്ര എവിടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുന്നു. ആ കൊപ്ര കൊടുക്കുന്നതിന് പകരം, കൊപ്രയ്ക്ക് പകരം വെളിച്ചെണ്ണ നാളികേര വികസന കോർപ്പറേഷൻ കൊടുക്കുക. പക്ഷേ അത് വെളിച്ചെണ്ണയാക്കുന്നതിന് KRFED പണം മുടക്കണം എന്നത് കൂടിയാണ് ഇതിലെ വിചിത്രമായ ഉത്തരവിൽ. അപ്പോൾ KRFEDനെ പൂർണ്ണമായും തകർക്കുന്ന ഉത്തരവ് എന്ന രീതിയിലാണ് CET അടക്കമുള്ള തൊഴിലാളി സംഘടനകൾ ഈ ഉത്തരവിനെ സമീപിച്ചിരിക്കുന്നത്.